ആ നോക്കുന്ന സമയത്തുണ്ട് ഉമ്മ ഇങ്ങനെ ഇവിടെ എടുക്കുന്നത്. ഞാൻ വെച്ചാൽ എല്ലാ വീഡിയോ എടുക്കല്ലേ എന്ന്. അന്നേരം ഉമ്മ പറഞ്ഞു എൻ്റെ വീഡിയോ എടുക്കല്ലേ എന്ന്. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ എടുക്കുന്നില്ല. അങ്ങനെ അരി പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് പോയി നോക്കുന്നവരല്ലേ ഇവിടെ നിന്നുണ്ട് മാങ്ങ പറിക്കുന്നത്. നല്ല അടിപൊളി മിഷീൻ തന്നെ വില ഉണ്ടാക്കി കിട്ടാ. അങ്ങനെല്ലാം കൂടി മാങ്ങ പറിക്കുന്ന കുറച്ച് നേരം നോക്കിക്കുന്ന സമയത്ത് ഉമ്മാനോട് ചോദിച്ചു നിങ്ങൾക്ക് മാങ്ങ വേണോ എന്ന് ചോദിച്ചു. അന്നേരം തന്നെ ഉമ്മ പറയുകയും ചെയ്ത് കറിയിലിട്ട് ഒരു മാങ്ങ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതങ്ങ് സൂപ്പർ ആയേനേന്ന്. അന്നേരം തന്നെ ഞാൻ പറഞ്ഞുകൊണ്ട് എന്നാൽ പിന്നെ നമുക്കും കൂടി ഇങ്ങനെ വാങ്ങാമെന്ന്. അങ്ങനെ ഞങ്ങൾ അവരോട് പറഞ്ഞൊരു മാങ്ങയും അന്നേക്ക് അന്നേരം തന്നെ മൂപ്പർ എന്താക്കാണ് ആടെ നിന്നിട്ട് ഇങ്ങനെ മാങ്ങ പറിക്കുന്നുണ്ട്. 2-3 മാങ്ങ എടുത്തിട്ട് ഉമ്മാൻ്റെ കൈമ കൊടുത്തിട്ട് ഉമ്മാനോട് വെച്ച് ഇത് മതിയോന്നും പറഞ്ഞു. ഓ ഒരു മാങ്ങ തന്നെ ധാരാളാന്ന്. അങ്ങനെ ഞാൻ പറഞ്ഞുകൊണ്ട് ഒന്നും ആക്കണ്ടമ്മ 2 തന്നെ അങ്ങ് വാങ്ങിക്കുമെന്ന്. അങ്ങനെ മൂപ്പർ അടിപൊളി ഒരു മിഷീൻ ഉണ്ടാക്കിക്കല്ലോ മാങ്ങ പറിക്കുന്നത്. ആ മിഷീനെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു അരി പൊടിക്കാൻ വേണ്ടിയിട്ട് വെക്കും നമ്മളെ തുണി ഉണ്ടല്ലോ അതൊറ്റനാന്ന്. പക്ഷെ അതൊന്നല്ല മൂപ്പർ സ്വന്തമായിട്ട് ഉണ്ടാക്കിയൊരു സാധനം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര അടിപൊളി തന്നെ ഞാനത് എന്താക്കി വീഡിയോ എടുത്തേക്ക്. അങ്ങനെ ഓല് തന്ന മാങ്ങയിട്ട് ഞങ്ങൾ രണ്ടാളും കൂടി എന്താക്കാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇങ്ങനെ നോക്കിയിരുന്നു. മാങ്ങ ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളി മാങ്ങയാണ്. എന്ത് മാങ്ങാന്ന് വെച്ചാൽ പറഞ്ഞുകൊണ്ട് പകത്താൽ ഒരു രസമില്ലാത്ത മാങ്ങാണ്. പൊയ്യോ എന്നാണ് ഉദ്ദേശിച്ചേട്ടാ, പൂയായിരിക്കുമെന്ന്. അന്നേരം തന്നെ ഞാനൊന്നും പറയുകയും ചെയ്തില്ല. ഉള്ള മാങ്ങയും പറിച്ചിട്ട് ഞാനെന്താക്കാണ് പോവാണ് ബാക്കി ഓലാടുന്ന് പറിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഉമ്മാനോട് പറഞ്ഞുകൊണ്ട് ഉമ്മാക്ക് ഒരു മാങ്ങ മതി എന്നല്ലേ പറഞ്ഞാൽ നമുക്ക് എന്താക്കി 2-3 മാങ്ങ കിട്ടിയില്ല, ഇതൊക്കെ പോയിട്ട് നമുക്ക് എന്താക്കാം പോവാന്ന്. അങ്ങനെ ഞാൻ നേരെ മുമ്പ് കൂടി ഇങ്ങനെ നടന്നു. ഉമ്മാനെ നോക്കിയിട്ട് കാണുന്നില്ല കേട്ടോ. അങ്ങനെ ഞാൻ എൻ്റെ ക്യാമറയും ഞാനും കൂടി തിരിഞ്ഞു നോക്കുന്നേരം മൂപ്പറുണ്ട് മാങ്ങ ഒക്കെ ആയിട്ട് ഭയങ്കര സന്തോഷത്തോടെ വരുന്നു. അങ്ങനെയെല്ലാം കൂടി അതൊക്കെ ആയിട്ട് ഉമ്മാൻ്റെ ചിരിയൊക്കെ കണ്ടില്ലേ. ക്യാമറ കണ്ടതിന് ശേഷം എൻ്റെ മക്കളെ ക്യാമറ അങ്ങോട്ട് വെക്കുന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ എന്താക്കി ഇങ്ങനെ നടക്കല്ലേ. നടന്നു പോകുന്ന സമയത്ത് ഞാൻ പറഞ്ഞു എല്ലാ റമീസ് ഇവിടെ ഉണ്ടോയെന്ന്. ആ റമീസിൻ്റെ വീട് കേട്ടോ, ചോന്ന ഗേറ്റുള്ള റമീസിൻ്റെ വീടിനെ കൊണ്ട് ഞാൻ അന്നേരം തന്നെ റമീസേന്ന് വിളിക്കുമ്പോഴത്തേക്ക് റമീസിൻ്റെ പെങ്ങളെ കുട്ടി പറഞ്ഞുകൊണ്ട് റമീസ്ക്ക് ഇവിടെ ഇല്ല എന്ന്. പിന്നെ ഞാൻ അന്നേരം തന്നെ പറയുകയും ചെയ്തു ഇതൊക്കെ ഈ കുളത്തിൽ ഇതത്ര വെള്ളമൊക്കെ ഉണ്ടേന് ഇപ്പം നോക്ക് നല്ല അടിപൊളിയിൽ കളിക്കാൻ പറ്റിയ സ്ഥലം, ഇതിട്ട് കളിക്കാനും പറ്റുന്നില്ലല്ലോ ഇവിടെ നിന്ന്. അങ്ങനെയെല്ലാം കൂടി ഞങ്ങൾ രണ്ടാളും കൂടി ഇങ്ങനെ ഓരോരോ കഥയൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ തന്നെ അങ്ങ് നടന്നു. ഞാളിപ്പോൾ മാങ്ങ വാങ്ങാൻ പോയതാണോ അരി പഠിപ്പിക്കാൻ പോയതാണോ എന്നൊന്നും മനസ്സിലാക്കില്ല. അങ്ങനെയെല്ലാം കൂടി റോട്ടും കൂടി ഇങ്ങനെ നടക്കുന്നേരം ചന്ദ്രേട്ടൻ്റെ എന്താണ് ഈ ബേക്കറി ഇങ്ങനെ ഇവിടെ ഉണ്ട് പൂട്ടിയിട്ട്. അപ്പം തന്നെ ഞാൻ അമ്മനോട് പറഞ്ഞുകൊണ്ട് അല്ല ചന്ദ്രേട്ടൻ ഇവിടെ കൃഷി നടത്തുന്നുണ്ടല്ലോ എന്ന്. അന്നേരം തന്നെ ആര് വരുന്നത് നമ്മളെ ചന്ദ്രേട്ടനുണ്ട് വരുന്നത്. നീ തന്നെ പറ്റി പറയുന്നത്. ഞാൻ പറഞ്ഞല്ല ചന്ദ്രേട്ടൻ ഞാൻ പറഞ്ഞതാണ് നിങ്ങൾ റോഡിൻ്റെ സൈഡിൽ മൊത്തം കൃഷി നടത്തുന്നുണ്ടല്ലോ എന്ന്. അന്നേരം ചന്ദ്രേട്ടൻ പറഞ്ഞു അമരക്ക് പ്രന്തോണിയിലുള്ള മാതിരിയൊന്നും അല്ല കേട്ടോ, ഞാൻ നന്നായിട്ട് കൃഷി തന്നെ നടത്തുന്നത് വെണ്ടൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ നല്ല അടിപൊളി ഇത്. അങ്ങനെ ഇവിടുത്തെ വീഡിയോ കൂടി എടുക്കാൻ വേണ്ടിയിട്ട് ചന്ദ്രേട്ടൻ പറഞ്ഞതിനെ കൊണ്ട് അതൊക്കെ എടുത്തിട്ട് ഞങ്ങൾ എന്താക്കാണ് വീട്ടിലേക്ക് ഇങ്ങനെ പോകട്ടോ. ഉമ്മ അപ്പോഴത്തേക്ക് എത്തേണ്ട ഇടത്തിലും എത്തിക്കും. ഉമ്മാൻ്റെ വേക്കുന്ന ഞാൻ പതുക്കെ ഓടി ഒരു വൈക്കായെന്ന് പറഞ്ഞിട്ട് ഉമ്മ എന്താക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലും വലിയ സ്പീഡില്ല. ഉമ്മാൻ്റെ നടത്തം കണ്ടാൽ വിചാരിക്കും കോടതിയിൽ നിന്ന് എത്താൻ വന്നാന്ന്. അങ്ങനെ കറുത്ത കോട്ട് ഇട്ടിട്ട് ഉമ്മ നടക്കുന്ന സമയത്ത് ഉമ്മാനോട് ഞാൻ പറഞ്ഞാൽ അല്ല ഉമ്മ മാങ്ങ ഉപ്പിലിട്ടിട്ട് എനിക്ക് ഒരു കഷ്ണം തരണേന്ന്. അന്നേരം ഉമ്മ പറഞ്ഞുകൊണ്ട് ഓ വീട്ടിലെത്തിയിട്ട് നീ എന്ത് വേണമെങ്കിലും ആക്കി വിടുന്ന്. അങ്ങനെ അതൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ രണ്ടാളും കൂടി ഇങ്ങനെ പോകല്ലേ. പോകുന്ന സമയത്ത് എടുത്തൊരു വീഡിയോ ആണ്. ഞാനും ഉമ്മയും കൂടി ഇങ്ങനെ പോകുന്നവരെടുത്ത വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പറ്റെങ്കിലും ഒരു ലൈക്ക് നിങ്ങൾക്ക് തരാൻ പറ്റിയില്ലെങ്കിൽ വീഡിയോ ഒന്ന് കണ്ടാലും മതി. അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടി ഇത് നമ്മൾ വീട്ടിലേക്ക് പോകുന്ന ഇടയാട്ടോ. ഈ ഇട ഒന്ന് റോഡാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു നോക്കുന്നേരം ഭയങ്കര പൈസയൊക്കെയാണ് ചോദിച്ചത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും വേണ്ട എന്തിന് റോഡിൽ നിന്നൊക്കെ എന്തൊക്കെയോ പറയുന്നുണ്ട്. അങ്ങനെയെല്ലാം കൂടി ഞാൾ രണ്ടാളും കൂടി ഞാളെ വീട്ടിലെത്തി നോക്കുന്നേരം എൻ്റെ മക്കളെ വീട്ടിലെത്തിയിട്ട് ബെല്ലടിച്ചിട്ടോ ആരോ ഗിൽസൊക്കെ പൂട്ടിയിട്ട് പോയി കഴിഞ്ഞപ്പോൾ പെങ്ങളെ പൂട്ടിയെന്ന് തോന്നുന്നു. അങ്ങനെയെല്ലാം കൂടി നമ്മൾ ബെല്ലടിച്ച് നോക്കുന്നേരോ അവിടെ നിന്ന്. അപ്പോൾ ചാനൽ ഇഷ്ടമായാൽ ഫോളോ ചെയ്യുക.